അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കിയാലോ. അന്ന് നമുക്ക് കുഞ്ഞ് സോയാബീൻ ഇല്ലേ, സോയാ ചങ്ക്സ് വെച്ചിട്ട് ഒരു മസാലക്കറി പോലത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ദോശയാണ്, പിന്നെ മുത്തശ്ശിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഗോതമ്പ് റവ ഉപ്പുമാവും കൂടിയാണ് കേട്ടോ. ഇതും ഫേവറേറ്റ് ആണ്, ഇതും ഫേവറേറ്റ് ആണ്, ഇതും ഫേവറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് 2 ദോശ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ കറി നോക്കൂ, ഇങ്ങോട്ട് കാണിക്കമ്മേ. ഞാൻ കസൂരി മേത്തി ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ സോയാബീൻ കറി ഉണ്ടാക്കാറുള്ളത്. നല്ല രസം കേട്ടോ കാണുമ്പോ തന്നെ, അതിന്റെ ആ സ്മെല്ലും വരുന്നുണ്ടമ്മു. പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കുട്ടി സോയാബീൻ വെച്ചിട്ട് ഇങ്ങനത്തെ കറി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ബിരിയാണിയിൽ പിന്നെ വലുത് ഒക്കെ ഇടും. പിന്നെ എന്തായാലും കഴിക്കട്ടെ. നിങ്ങൾ ഇതേപോലെ സോയാ ചങ്ക്സ്, ഇതേ കുഞ്ഞി സോയാ ചങ്ക്സ് വെച്ചിട്ട്, ഇത് മറ്റത് വറക്കാനാണ് കൂടുതൽ ടേസ്റ്റ്, അതെല്ലാവർക്കും അറിയുന്നു തോന്നുന്നു. ഇത് കറി വെക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, കൂട്ടാൻ ഉണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടാകുമ്പോ സൂപ്പറായിണോ? ആ തേങ്ങാപ്പാലിന്റെയും കസൂരി മേത്തയുടെയും സോയാബീന്റെയും ഒക്കെ നല്ല ക്രിഞ്ചി ആയിരുന്നു, ക്രിഞ്ചി. നല്ല സോഫ്റ്റ് ആയിട്ട്. ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ. വെറും 128 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ. നമ്മളിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യണതാണ്. അതിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. കുറേ പേര് വാങ്ങിയിട്ട്, എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിലധികം ആൾക്കാർ ഈ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിയ റിവ്യൂ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കുറേ നാൾക്ക് മുന്നേ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കും കൂടെ റെക്കമെൻഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം.